അതാ സെക്കൻഡ് ട്രൈ ആരംഭിക്കുകയാണ്. പല്ലുള്ളി കല്ലുടിങ്ങൊക്കെ ഒഴിവാക്കുക. 2-3 കല്ലുടിങ്ങിയിട്ടുണ്ട്. കല്ലൊക്കെ മാറ്റാം. ഇല്ലല്ലോ, ഇത് ഒരു ട്രൈ 2 ട്രൈയിലൊന്നും ഇത് 2-3 ട്രൈ അടിക്കണം. എന്നാലാണ് 2-3 അടുത്ത വല വീശൽ പഠിക്കണം എന്ന് ആഗ്രഹമായിട്ട് അടുത്തൊരാൾ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കും. കല്ല് പോണം ചേട്ടാ. മീനല്ലടാ കല്ല്. ഓക്കെ, ഇനി മീനല്ലടാ കല്ലാണ്. ഇനി ഇവിടുന്നല്ലേ പിടിക്കണ്ടേ? ഇവിടെ പിടിക്കാൻ അവിടെ എടുത്തോ. ഇവിടെ എടുക്കാം അല്ലേ? നേരത്തെ എടുത്ത് കറക്റ്റ് ആണ്. ഒന്ന് ക്ലിയർ ആക്കാം അല്ലേ? പിടിക്കണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കുന്നത്. ഞാൻ പല ആൾക്കാരും പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട്. മുന്നേ യൂട്യൂബിൽ നോക്കിയിട്ട് രാത്രിയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കി പഠിക്കുക. രാത്രി സമയം കിട്ടിയപ്പോ പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മതി. ഉത്തരവാദം എടുക്കണേ, ആൾക്കാർ കാണട്ടെ. ഓക്കെ, കയ്യുടെ ഈ ഒരു പിടുത്താണ് കറക്റ്റ് ലെവലാവണ്ടേ. അത് കൊറേ പ്രാവശ്യം എടുത്താലൊന്ന് മനസ്സിലാവും. ഇവിടെ എത്ര വേണ്ടി എന്നുള്ളതൊന്ന് പറയട്ടെ. മതി, അത്ര മതി. മതിയല്ലേ? ഓ, വലൊക്കെ ആകെ കീറി പൊളിഞ്ഞു കേട്ടാ. കയ്യതിൻ്റെ ഉള്ളിൽ പോണ്ട്. ഇപ്പം ശരിയായിട്ടില്ല. പടിഞ്ഞ നമുക്ക് പുതിയ വല വാങ്ങാലോ. അങ്ങനെ പടിഞ്ഞിട്ട് വേണം വേറെ വല മേടിക്കണം. ഇത് ആകെ കീറി പൊളിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ലെവലായില്ലല്ലോ ചേപ്പൻ. ഒന്നുകൂടി ശരിയാക്കി പിടിച്ചോ. ഇത് കീറിയ കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ വരിടും. മല കീറിയ കാരണം അതിൻ്റെ ഉള്ളിൽ വരല അതിൻ്റെ ഉള്ളിൽ കൂടെ വരെ പഠിക്കാനൊക്കെ കയറിയല്ലേ. നല്ല വില ആരും തരില്ലല്ലോ പഠിക്കാൻ. കീറിയ വില തന്നെ നല്ലത്. ഇനിതാ അടുത്ത ട്രൈ ആയിട്ടില്ല. ഒരു മിനിറ്റ്. അപ്പോൾ അടുത്തതായിട്ട് ഒന്നുകൂടി വിഷയം പോവാണ്. ഈ കാല് ഇങ്ങനെ ബാക്കിക്ക് ഇങ്ങനെ മറിച്ചിട്ട് ബാക്കിക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത് അത്രക്ക് പോകല്ലേ അല്ലേ? അത്രക്ക് വരണം. അവിടെ തന്നെ ഇട്ടാ മതി. വല കീറിയ കാരണേ വിരലിടാൻ പറ്റുന്നില്ല. എങ്ങോട്ട് വീഴാന്ന് നിൽക്കുന്നറിയില്ല. അല്ല തിരിഞ്ഞിട്ടല്ലേ? മുതലാളി വന്നിട്ടുണ്ട്. പുതിയ ആള് വല വീശൽ പഠിക്കാണ്ട് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകളാണ്.